UDF അധികാരത്തിലെത്തിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? വലിയ ചർച്ചകളാണ്, വലിയ ചരടുവലികളൊക്കെ ഉണ്ട്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കരുതെന്നാവശ്യപ്പെട്ട് പ്രചാരണം. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സന്ദേശം അയക്കണമെന്ന് ഇമെയിൽ വിലാസം വരെ ഉൾപ്പെടുത്തിയാണ് ആഹ്വാനം. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നും സന്ദേശത്തിലുണ്ട്. ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുകയാണ് KC പക്ഷം. രമേശ് ചെന്നിത്തലയെ പരിഗണിക്കരുതെന്നാവശ്യപ്പെട്ടും സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണമുണ്ട്. റോഷിപാലുണ്ട്. റോഷിപാൽ വോട്ടെണ്ണി തുടങ്ങിയില്ല, പെട്ടി കിടക്കുന്നതേ ഉള്ളൂ. പെട്ടി കിടന്ന് തിരിച്ചു വരുന്ന സമയത്ത് എന്താണ് ഫലമെന്നറിയില്ല. അതിനു മുമ്പ് തന്നെ ഇവിടെ ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു, പരാതി പ്രവാഹമായി കഴിഞ്ഞു. KC ആക്കരുതെന്നൊരു വിഭാഗം, സതീശനെ ആക്കണമെന്നൊരു വിഭാഗം, RC ആക്കരുതെന്നൊരു വിഭാഗം. മുതിർന്ന നേതാക്കളൊക്കെ പറഞ്ഞു വീട് വെച്ചിട്ടാണല്ലോ ഫർണിച്ചർ കൊടുക്കുന്നതെന്ന് തരൂര് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ, റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. ഒന്നും നടക്കുന്നില്ല. കൈവിട്ടു പോവുകയാണോ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടുള്ള ചരടുവലികൾ? അരുൺകുമാർ, കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി കസേരക്കായുള്ള ചരടുവലി സജീവമാണ്. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഈ തരത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള നേതാക്കൾക്കെതിരെയുള്ള പ്രചാരണവും നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ AICCക്ക് പരാതി അയക്കണമെന്ന ആഹ്വാനമാണ്. പരാതി എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് KC വേണുഗോപാലിനെ പരിഗണിക്കാൻ പാടില്ല എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് വ്യാപകമായി പരാതി അയക്കണമെന്ന് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അത്തരം സന്ദേശങ്ങൾ വരുന്നു എന്നതാണ്. അതിൽ ഇപ്പോൾ വിദേശത്തുള്ള ഒരു വിറാൽ മലയാളി കമ്മ്യൂണിറ്റിയിൽ വന്ന വാട്സപ്പ് സന്ദേശമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ VD സതീശനെ മുഖ്യമന്ത്രിയെ പരിഗണിക്കണം, അതിനുവേണ്ടി അവിടെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കാൻ പാടില്ല, അത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക്, ഒപ്പം പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് അവരുടെയൊക്കെ ഇമെയിൽ വിലാസം വെച്ചുകൊണ്ടാണ് ഈ സന്ദേശം വ്യാപകമായി പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഈ സന്ദേശത്തിലുള്ള ഇമെയിൽ വിലാസത്തിലേക്ക് എത്രയും പെട്ടെന്ന് സന്ദേശം അയക്കണമെന്ന ആഹ്വാനം. സമാനമായി തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ നിരന്തരമായി UDFന് വേണ്ടി ശബ്ദിക്കുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് വാരിയേഴ്സ് എന്ന സാമൂഹ്യ മാധ്യമത്തിൽ നേരത്തെ രാജസ്ഥാനിലും പിന്നീട് മധ്യപ്രദേശിലുമൊക്കെ എടുത്ത കോൺഗ്രസിന്റെ നിലപാട്, അന്ന് സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കാതിരുന്നത്, അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യയെ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയാക്കാതിരുന്നത്, പിന്നീട് തിരിച്ചടിയായത് ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിലേക്ക് പോയത് അത് തെറ്റായിപ്പോയെന്ന വിലയിരുത്തൽ എന്ന് ഹൈക്കമാൻഡിനെ പോലും വിമർശിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കത്തെ തടയിടാനുള്ള ചില പ്രചാരണങ്ങൾ, അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നവർക്കെതിരെയാണ് പ്രചാരണം. ഈ കാര്യത്തിൽ ഈ വാട്സപ്പ് സന്ദേശം ഹൈക്കമാൻഡ് ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ KC പക്ഷം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിദേശത്തുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന സന്ദേശം ഉൾപ്പെടെ നൽകിക്കൊണ്ട് KC പക്ഷം ഒരു പരാതിയുമായി ഹൈക്കമാൻഡ് സമീപിക്കുകയാണ്. KCക്കെതിരെയുള്ള വ്യാപകമായ പ്രചാരണത്തിനും പരാതിക്കുമുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ നടക്കുന്നു എന്നാണ് KC പക്ഷത്തിന്റെ പരാതി. താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. റിസൾട്ട് വരണം. റിസൾട്ട് വന്നാൽ 71 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷത്തിന് വേണ്ടുന്ന മാജിക് നമ്പറിൽ കടക്കണം. എന്നാൽ മാത്രമേ സർക്കാർ ഉണ്ടാക്കാൻ പറ്റൂ, എന്നാൽ മാത്രമേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റൂ. അതിനിടയിൽ തന്നെ വലിയ ചരടുവലികളാണ്. പരമാവധി MLA-മാരെ ഒപ്പം നിർത്താൻ ഒരു വിഭാഗം, പരമാവധി MLA-മാരെ തങ്ങൾക്കൊപ്പം നിർത്താൻ മറ്റൊരു വിഭാഗം. അതിനിടയ്ക്ക് ചില പരാതിയൊക്കെ വരുന്നു. MLA-മാർ മതി, പുറത്തുനിന്ന് ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നു. അതൊക്കെ ആരെ ഉദ്ദേശിച്ചാണെന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായി കാണുമല്ലോ. അതൊക്കെ ഉണ്ടാവും. 2021 തെരഞ്ഞെടുപ്പിൽ ടേം വെച്ച് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാം ഉമ്മൻചാണ്ടിക്ക്, രമേശ് ചെന്നിത്തലയ്ക്കും എന്ന മട്ടിൽ വരെ വാർത്തകൾ പ്രചരിച്ച നാടാ. ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ 99 കൊണ്ട് പിണറായി വിജയൻ പോയി.